ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ഏപ്രിൽ 29 ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു 1 hour വരുന്ന വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂർ പോയൊരു വീഡിയോസാണ്. അപ്പം മോള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോകുമ്പം നിധിഷേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ സെറ്റിലാണ്. അപ്പോൾ ഒരു 5-6 വീടുകളുണ്ട്, ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവരുടെ വീട്ടിലൊക്കെ പോകുമ്പം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മോളെ കൊണ്ടൊരു പെയിൻറ്റിങ് ചെയ്ത് നമ്മളത് പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യാന്നുള്ളത്. അത് മോള് നല്ല ഭംഗിയിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു ബാംഗ്ലൂർക്ക് പോവാന്നുള്ളത്. അപ്പം അത് കാരണം എന്താ പറയുക, ഒരു 26th നമ്മൾ ഡിസൈഡ് ചെയ്തു. 29th നമ്മൾ പോവുകയാണ് ചെയ്തത്. ഈ 29th വരെ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിനെ കുറച്ചും കൂടി ടയറൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തത് കേട്ടോ. ഇപ്പം ഇത് 29th ഏർലി മോർണിംഗ് ആണ്, ഒരു 5:30-ക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അത്യാവശ്യം നന്നായി ഉറങ്ങി സമാധാനത്തിൽ പോകാനായിട്ടാണ് ഈ ഒരു ടൈം നമ്മൾ ചൂസ് ചെയ്തത്. ഇപ്പം നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തൃപ്രയാർ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒക്കെയാണ് പോവാറ്. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് കാറിൽ ഉണ്ടാവാനായിട്ടാണ് ഈ ഒരു മുല്ലപ്പൂ കാറിൽ വെച്ചിട്ടുള്ളത്. തലേദിവസം തന്നെ ഞങ്ങൾ മുട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിരിഞ്ഞ് നല്ലൊരു പോസിറ്റീവ് വൈബ്, ഒരു ഭക്തി മൂഡിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം നേരെ ഇപ്പോൾ തൃപ്രയാർ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഒരു 7 വർഷത്തിന് ശേഷമാണ് ഞാനും മക്കളും ബാംഗ്ലൂർ ഇനി കാണാൻ പോകുന്നത്. നിധിഷേട്ടൻ ഇടയ്ക്ക് ആളുടെ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ചില എക്സാമുകൾ എഴുതാനൊക്കെ ആയിട്ട് ബാംഗ്ലൂർ പോയി നിൽക്കാറുണ്ട്. 1 week ഒക്കെ നിന്ന് വരാറുണ്ട്. അപ്പം ഞങ്ങളൊരു 7 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാനും കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെ എത്രത്തോളം അത് സാധിക്കുന്നു എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു കോൺഫിഡൻസും ഒരു എക്സൈറ്റ്മെൻറ്റും ഉള്ള ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പം ഓടിക്കുന്നത് കേട്ടോ. ഒരു ഇലക്ട്രോണിക് സിറ്റി ഒക്കെ വരെ ഞാൻ അടിപൊളിയായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ കാല് ഭയങ്കര വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ ക്ലച്ച് ഓട്ടി എൻ്റെ കാല് നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് ആള് ഡ്രൈവ് ചെയ്തു, പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്തു കേട്ടോ. ഡ്രൈവിങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ബാംഗ്ലൂർ പോയി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ലെവൽ വന്നിട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം പറഞ്ഞല്ലോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ബാംഗ്ലൂർ പോവാന്നുള്ളത്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യുക എന്നതിലുപരി അവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നതിലുപരി നമ്മൾ താമസിച്ചിരുന്ന വീട്, മക്കൾ പഠിച്ചിരുന്ന സ്കൂള്, പിന്നെ നമ്മൾ പോയിരുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, അവിടെ ചെറിയ ലോക്കലി ഉള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോവുക. ഇതൊക്കെയാണ് ആ മെമ്മറീസൊക്കെ ഒന്നും കൂടി ഇപ്പം എങ്ങനെയാണ് അവിടെയൊക്കെ എന്നുള്ളത് കാണാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത് നിധിഷേട്ടൻ്റെ ഓഫീസ് കാണാന്നുള്ളതാണ്. ഇപ്പം മക്കള് ജനിച്ച് ഒരു 1-2, ഇപ്പം അർജുനൊക്കെ ജനിച്ച് 11 years ആണ് അർജുന്. 1-2 വയസ്സ് വരെയാണ് നിധിഷേട്ടൻ ഓഫീസിൽ പോകേണ്ട അവൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഫുൾ ടൈം ആള് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം വീട്ടിലിരിക്കുന്നു, വർക്ക് ചെയ്യുന്നു, അപ്പം അങ്ങനെയാണ് എന്നുള്ളൊരു രീതിയാണ്. അപ്പം ഓഫീസ് ഉണ്ടോ അങ്ങനെയൊന്നും കുട്ടികൾക്ക് അറിയുന്നില്ല. ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പം പറയുന്നതല്ലാതെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പം നിധിഷേട്ടൻ IBM-ലാണ് വർക്ക് ചെയ്യുന്നത്, മാന്യതയിൽ. അപ്പം നമുക്ക് അവിടെ പോകണമെന്നുണ്ട്, മക്കളൊക്കെ അത് കാണണമെന്നുണ്ട്. ആ ഒരു ഡിസിഷൻ എൻ്റെ ആയിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കിച്ചു 9th-ലായി. ഇനി കുറച്ചും കൂടി സ്റ്റഡീസിൽ കുറച്ചും കൂടി കരിയറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ പോവുകയാണ് അവൾ. അപ്പം അപ്പോൾ കുറച്ചും കൂടിയും ഇങ്ങനത്തെ കാര്യങ്ങൾ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, ഓഫീസൊക്കെ കണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി പഠിത്തവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സീരിയസ് ആവുമെന്ന് എൻ്റെ ഒരു തോന്നലാണത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ അവൾക്കും അവളുടെ സ്റ്റഡീസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം.
അച്ഛനേക്കാൾ നല്ല രീതിയിൽ അവൾ ഉയർന്നു വരണം. അച്ഛൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതിനേക്കാൾ നല്ലൊരു അവൾക്ക് ISR വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അത് എത്രത്തോളം സാധിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ അത് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഓഫീസുകളൊക്കെ കണ്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമവും അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ് ആളുടെ ഓഫീസ് കാണണം എന്നുള്ള ഒരു സജഷൻ ഞാൻ വെച്ചത്. അതും നടന്നു ഞങ്ങൾക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പം നമ്മൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ജസ്റ്റ് ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി പ്രാർത്ഥിച്ച് ഒരു 10 രൂപ ഒഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോവാറ്. അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് കഴിഞ്ഞ് ഞാൻ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ എത്തുക, അപകടമൊന്നും ഇല്ലാതെ വേഗം ബാംഗ്ലൂർ എത്തുക എന്നുള്ളതായിരുന്നു. എനിക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നില്ല, ക്ഷീണ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ ഫുള്ള് നമ്മൾ ബാംഗ്ലൂർ പോയി, അവിടെ നിന്ന് നമ്മൾ മൈസൂർ പോയി, ഒക്കെ ഒരു 3 ദിവസത്തെ ഒരു ഇതായിരുന്നു, പ്രോഗ്രാമായിരുന്നു. ഈ 3 ദിവസം ബാംഗ്ലൂർ നമ്മൾ പ്ലാൻ ചെയ്ത ഒരെണ്ണം പോലും മിസ്സാവരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാം കവർ ചെയ്തു. ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്തില്ല. മൊത്തം ബാംഗ്ലൂരും മൈസൂരും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് വിചാരിച്ച സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ഡ്രീം സാധിക്കാൻ പോവാണ്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം എൻ്റെ സംസാരത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണം എത്രമാത്രം എക്സൈറ്റഡ് ആണ് ഞാൻ ഉള്ളത്. കുറേ കാര്യങ്ങൾ കോയിൻസിഡൻസ്ലി വന്ന് ചേർന്നു എന്നുള്ളതാണ്. ഡ്രൈവിംഗ് പഠിച്ചു, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഡിസിഷൻ ആണ് ബാംഗ്ലൂർക്ക് പോവുക എന്നുള്ളത്, അത് സംഭവിക്കുന്നു. കുറേ നാളത്തെ ഒരു സ്ട്രെസ്സിന് ശേഷം ഞങ്ങളൊന്ന് റിലീഫായിട്ട് ഒരു ഫാമിലി ഒന്ന് എന്താ പറയുക, ഫാമിലി ബോണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയത് ഈ ഒരു യാത്രയിലാണ് കേട്ടോ. അതുവരെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും ഒക്കെ എനിക്കായാലും മക്കൾക്കായാലും നിധിച്ചേട്ടനായാലും ഞങ്ങൾ 4 പേർക്കും ഒന്ന് എന്താ പറയുക, ഒരു റിലീഫ് കിട്ടിയത് ഈ ഒരു യാത്രയാണ്. ബൈ റോഡ് പോവാന്നുള്ളതും ഞങ്ങളെടുത്തൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ട്രെയിൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വെക്കേഷൻ ടൈമല്ലേ, നമുക്ക് ടിക്കറ്റ് ഒന്നും ഇല്ല. പിന്നെന്ന് വെച്ചാൽ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്യാബ് വിളിച്ച് പോവാന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ പോകാനുണ്ടെങ്കിൽ നമ്മുടെ കാറുണ്ടെങ്കിൽ സുഖമായിട്ട് പോകാമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ബാംഗ്ലൂർ ഇപ്പം നിൽക്കാൻ പോകുന്ന ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അവർ വൈഫിനും ഹസ്ബൻഡിനും ജോലിയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളുടെ ഫുൾ ടൈം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കാനും അവർക്കും സമയമില്ല. എന്നാൽ നമുക്ക് അവർ ഉള്ള സമയത്ത് അവരോട് സംസാരിക്കാനും അവർ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നീങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ ഈശായോഗ സെൻറ്ററിൽ പോയപ്പോഴും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ടല്ലോ ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ. കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ സ്ഥലങ്ങൾ കഴിയുമ്പം കോയമ്പത്തൂർ കഴിഞ്ഞു, ഈറോഡ് കഴിഞ്ഞു, സേലം കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരും അധികം ഉറങ്ങാതെ കൂടുതലും ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. രസമായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒക്കെ ഭാഗമാണ്, ലൈഫിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അത് ഒഴിച്ച് നിർത്തി നമുക്ക് സന്തോഷിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറ്റില്ല. അപ്പം അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പോയി തിരിച്ചു വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1 month ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തം ഒരു ബിസി ലൈഫായിരുന്നു ഒരു 1 month. അപ്പം ഞാനിത് 2-3 പ്രാവശ്യം എഡിറ്റ് ചെയ്തു. അതെൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ വീണ്ടും 2-3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. കാരണം എനിക്ക് നിന്ന് കുറേ കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ട, ഇതെല്ലാം ഒരു മെമ്മറി ആയിട്ട് ഒരു സൂക്ഷിക്കാൻ യൂട്യൂബിൽ ഇടാം എന്നുള്ളൊരു ഇതായിരുന്നു. അതാണ് ഇത്രയും ലെങ്ത് വന്നത്.
ഞാനിപ്പോൾ മറ്റുള്ളവർ കാണണം എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ ഒരു മെമ്മറിയിൽ, എൻ്റെ ഒരു എന്താ പറയുക, മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്ത് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാ അത്രയധികം ലെങ്തി ആയിട്ട് ഇട്ടിരിക്കണേന്നും വിചാരിക്കരുത്. ഇത് രണ്ടും മൂന്നും പാർട്ടായിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പം മാക്സിമം അവിടെ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ഇത് ഈ വീഡിയോസിലൊക്കെ ഇടണം എന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ മാത്രമല്ല പോവാന്ന് വിചാരിച്ചിട്ടുള്ളത്, മൈസൂരും കൂടെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ മാനിഫെസ്റ്റ് ചെയ്യൽ ഞാനും അർജുനൊക്കെ ഇപ്പം തുടങ്ങിയുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുക്ക് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ മൈസൂർ യാത്ര. അപ്പം മോൻ സ്കൂളിൽ എത്തുന്ന സമയത്തും ക്ലാസ് കഴിയുന്ന സമയത്ത് അവൻ്റെ മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അർജുൻ ഈ വെക്കേഷനിൽ എവിടെ പോണേന്ന് ചോദിച്ചപ്പം അവൻ അറിയില്ല നമ്മൾ പോവോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. പിന്നെ ഞാൻ എപ്പോഴും മൈസൂർ കാണണം എന്നുള്ള പറയുന്ന കാരണം അവൻ പറഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ മൈസൂർ ഞങ്ങൾ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് സംഭവിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ് ഈ ഒരു യാത്ര സാധ്യമായത് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നിതീഷേട്ടനോടൊക്കെ. അപ്പൊ നിങ്ങൾ ഇത് മാത്രല്ല ഇതിനേക്കാൾ വലിയ അപ്പുറത്തേക്ക് സ്വപ്നങ്ങൾ കാണുക, അപ്പൊ ചിലപ്പോൾ അതും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം മക്കൾ പഠിച്ച സ്കൂളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഒട്ടും നാട്ടിൽ സെറ്റിൽ ആവാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. മെയിനായിട്ട് എന്ന് വെച്ചാൽ മക്കളുടെ സ്റ്റഡീസാണ്. മക്കളെ എവിടെ പഠിപ്പിക്കണം എന്ന് എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. കാരണം ഒരുപാട് ലാംഗ്വേജും കാര്യങ്ങളും കിട്ടും. പിന്നെ നിതീഷേട്ടൻ്റെ ജോലി IT ഫീൽഡാണ്. അപ്പം ഒരു 60 എബവ് ഇയേഴ്സ് വരെ ഉണ്ടെങ്കിൽ ആള് ഇങ്ങനത്തെ ഈ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരാണ് കുറച്ചും കൂടി നല്ലത് ജീവിക്കാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ വന്ന് പോവാം, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പം നാട് വിട്ട് മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് പറിച്ചു മാറ്റി നടാൻ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിലൊക്കെ വരാലോ എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് അങ്ങനല്ല, പെട്ടെന്ന് നാട്ടിൽ പോണു, ഇനി ബാംഗ്ലൂർ ഇല്ല എന്നൊക്കെ കണ്ടപ്പം. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇലക്ട്രോണിക് സിറ്റി ഒക്കെ എത്തി കേട്ടോ. ഇത് ബാംഗ്ലൂർത്തെ ബസ്സാണ്. ഈ ഒരു ബസ് കാണുമ്പോൾ എനിക്കൊരു ഓർമ്മ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് നിതീഷേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നു, ശ്രീരാമൻ സൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഷെയർ മാർക്കറ്റിൽ. അപ്പം നിതീഷേട്ടൻ ബാംഗ്ലൂരും. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു പലരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ജോലി ഞാൻ ട്രാൻസ്ഫർ വാങ്ങിയെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്ന് തോന്നി. അങ്ങനെ ട്രാൻസ്ഫർ വാങ്ങി കിട്ടി. ഇന്ദിരാനഗറിലായിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു ചെറിയൊരു ജോലിയായിരുന്നു, ഒരു ഫ്രാഞ്ചൈസിയിലായിരുന്നു. അതായത് ശ്രീരാമൻ സ്റ്റേറ്റ് ഷെയർ മാർക്കറ്റിൻ്റെ മെയിൻ സ്റ്റാഫായിരുന്നു, കമ്പനി സ്റ്റാഫായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഓഫീസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്ദിരാനഗറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വിട്ടിട്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാതെ ഞാൻ ബാംഗ്ലൂർ എത്തി പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് കയറുക ചെയ്തത്. അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല എങ്ങനെ പോകണം എന്ന്. അന്നൊക്കെ അച്ഛനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിതീഷേട്ടനാണെങ്കിൽ നിതീഷേട്ടൻ്റെ ജോലിയുണ്ട്, ആള് ഓഫീസിൽ കയറിയ പിന്നെ ആളുടെ ലോകമായിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് ഇടയ്ക്ക് വന്ന് നോക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഭയങ്കര റിസ്ക് എടുത്തിട്ടൊക്കെ പോയിരുന്നത്. അപ്പം രസമായിരുന്നു അന്നൊക്കെ. പിന്നെ പ്രഗ്നൻ്റ് ആയി, പിന്നെ കംപ്ലീറ്റ് റെസ്റ്റൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ് പിന്നെ ജോലിയിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അപ്പോൾ ഈ ബസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. ഇപ്പം നമുക്ക് 5 മിനിറ്റ്സിൻ്റെ ട്രാവൽ ഉള്ളെങ്കിലും ഒരു 1-1.5 മണിക്കൂർ നമ്മൾ ബസ്സിലിരിക്കും. കാരണം അത്രയും ട്രാഫിക് ആയിരിക്കും. നിരങ്ങി അങ്ങനെ പോവുള്ളൂ. അപ്പോൾ അന്നൊക്കെ ഡ്രൈവിംഗ് അറിയുകയാണെങ്കിൽ വളരെ രസമായിട്ട് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ പോകുമായിരുന്നു. അപ്പം എനിക്ക് 9 മണിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ 6:45 7 മണിക്കുള്ള ബസ്സിൽ കയറിയിരിക്കും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഓർമ്മ വരുന്നു. എൻ്റെ ഡ്രീമിലുള്ള ഒരു കാര്യമാണ് ഈ ബ്രിഡ്ജ് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകണം എന്നുള്ളത്. കാരണം ഈ ബ്രിഡ്ജ് ഞങ്ങൾ നിതീഷേട്ടൻ തിരിച്ച് നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ബൈ റോഡാണ് പോകാറ്. അപ്പം നിതീഷേട്ടൻ ഈ ബ്രിഡ്ജുമ്മ കൂടെ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയും ഒരു ദിവസം ഞാൻ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് ബ്രിഡ്ജുമ്മ കൂടെ പോകും. നല്ല രസമാണ് ഈ ബ്രിഡ്ജുമ്മൽ പോകാൻ. ഒരു 9 മിനിറ്റോളം ഉണ്ട് ട്രാവൽ.
നല്ല രസമായിട്ട്, എന്ത് രസമാണ് കാണാനായിട്ട് ബ്രിഡ്ജിൽ കൂടെ ട്രാവൽ ചെയ്യാൻ. അപ്പൊ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ഞങ്ങള് വരണതും നല്ല മഴയും കൊണ്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത്. ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇവിടെ നല്ല മഴയുള്ള ഇതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞത്, നിങ്ങൾ വരണത് മഴ കൊണ്ടാണ് വരുന്നത്, ഇവിടെ ഒരു മഴ ഉണ്ടായിരുന്നില്ല. വന്നത് തന്നെ നല്ല മഴയൊക്കെ ആയിട്ട് വരണേ. നല്ല ലൈറ്റ്നിങ് ഒക്കെ ഈ ബ്രിഡ്ജിന്മേൽ കൂടെ പോകുമ്പോൾ ലൈറ്റ്നിങ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ആലിപ്പഴം വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ രസമായിരുന്നു. അപ്പം ഞാൻ മോളോട് പറയാറുണ്ട് മാക്സിമം ഈ ബ്രിഡ്ജിമിലത്തുള്ള വ്യൂസ് ഒക്കെ മാക്സിമം കവർ ചെയ്തെടുത്തോളൂ. ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണെന്നൊക്കെ പറയും. ഇനി എന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് യാത്ര എന്നൊന്നും അറിയില്ല. ഓണത്തിന് പോണം തന്നെ കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് ISRO-ലൊന്ന് പോണം എന്നുണ്ട്. അപ്പൊ നമ്മളത് പെർമിഷനൊക്കെ എടുത്തിട്ട് പോണം എന്നാണ് ആഗ്രഹം. ആ, അപ്പം ഞങ്ങൾക്കിനി ഓണത്തിനും പോണമെന്നുണ്ട്. അത് സാധിക്കൂലേ എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ച് റിസ്ക് എടുത്തിട്ടൊക്കെയാണ് പോയത്. 4 ദിവസമൊക്കെ വീട് അടച്ചിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിളികളുണ്ട്, എൻ്റെ ചെടികളുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഓണത്തിനും ഇതുപോലെ 1-2 ദിവസം അത് ബാംഗ്ലൂർ മാത്രമായിട്ട് പോണമെന്നുണ്ട്. അത് കുറച്ചുകൂടി ഇതുപോലെ തന്നെ ISRO-ല് പോണമെന്നുണ്ട്. അതിപ്പോ നമ്മള് പെട്ടെന്ന് പോയി അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. അതിനുള്ള കുറച്ച് പ്രൊസീജിയറുകളുണ്ട്. അവിടെയൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടിയിട്ട്, പെർമിഷൻ കിട്ടിയിട്ടൊക്കെ വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ആ ഒരു ഇതെടുക്കാനായിട്ട്. അങ്ങനെ. അപ്പം പിന്നെ ഞാൻ അവിടെ ബാംഗ്ലൂരുള്ള സമയത്ത്, ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ആനിമേഷൻ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അരീന ആനിമേഷൻ സെന്റർ കമ്മനഹള്ളിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒന്ന് പോയി കാണണം എന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ആനിമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്കതൊന്നും എന്താ പറയുക, ആ ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടിപൊളിയായിട്ട് ആനിമേഷനൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. കർണാടകയിലൊരു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എന്താ പറയുക, ബോംബെയിൽ നിന്ന് ഒരു ടീം വന്നിട്ട് അവരൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3D ആനിമേഷനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, മായ സോഫ്റ്റ്വെയറിൽ. അപ്പം അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റ്, ഞാനൊരു 4 മന്ത് ആയിട്ടുണ്ട്. 4-5 മന്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് 3 മണി വരെയൊക്കെ ഞാൻ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കും. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നിമിഷയുടെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾക്കും, നീ റെസ്റ്റ് എടുക്കുക, കുട്ടിക്ക് കംപ്ലൈൻ്റ് ആവും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഇവരിങ്ങനെ ബോംബെയിൽ നിന്ന് വന്ന ടീം ഇങ്ങനെ അവിടെയുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെച്ച്, എനിക്ക് കിട്ടുന്ന പോലും എനിക്കറിയില്ല. ഞാൻ പോവുക കൂടെ ചെയ്തില്ല എൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത്. അപ്പം എന്നെ അവിടുത്തെ മാഡം വിളിച്ചു, രേഷ്മ വായു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്ന പോലും അറിയില്ല, എന്നേക്കാൾ ബെറ്റർ ആയിട്ട് പലരും ചെയ്തിട്ടുണ്ടാവും, ഞാനില്ല. പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വന്നു ആ സമയത്ത്. അപ്പം അവർ പറഞ്ഞു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, കിട്ടുമെന്നും അറിയില്ല, പിന്നെ റിസ്ക് എടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മാത്രമേ ആ ഹാളിൽ ഇരിക്കാൻ പറ്റുള്ളൂ, ഇവരൊക്കെ പുറത്തിരിക്കണം. അപ്പം ഈ ചെറിയ കുട്ടീനെയായിട്ട് നിതീഷാണ് പുറത്തിരിക്കണ്ടേ, അവൻ എത്രത്തോളം ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. അപ്പം അത് കാരണം ഞാൻ പോയില്ല. പക്ഷെ എനിക്ക് അവിടെ ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ആ 3D ആനിമേഷനിൽ ഫസ്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടിക്കും സെക്കൻഡ് എനിക്കാണ് കിട്ടിയത്. എനിക്കതിങ്ങനെ ഷോക്കായി പോയി. എന്നെക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള, എന്നാൽ പ്രൊജക്ട് വൈസ് ചെയ്യുമ്പോൾ ഞാനാണ് അടിപൊളിയായിട്ട് ചെയ്യാറ്. ബാക്കി തിയറി പാർട്ടും കാര്യങ്ങളിലൊക്കെ വേറെ കുട്ടികൾ, ആൺപിള്ളേർ ഭയങ്കര പുലികളുണ്ടെങ്കിലും. പിന്നെ ഞാൻ കുറച്ചും കൂടി സീനിയർ ആയിരുന്നു. ഇത്ര ഏജിൽ വന്നിട്ട് പഠിക്കണമെന്നുണ്ട്. 27 ഇയേഴ്സിലാണ്ടാണ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കിയൊക്കെ ചെറിയ ചെറിയ പയ്യന്മാരായിരുന്നു. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പം എൻ്റെ
പ്രൊജക്റ്റിനാണ് എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അമ്മോ എനിക്ക് കിട്ടിയോ എന്നുള്ളൊരു ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു രീതിയിലൊന്നും എനിക്ക് തിരിഞ്ഞു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അങ്ങനെ അപ്പം എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ആനിമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതെ, അപ്പം അവിടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ബൈ റോഡ് തന്നെ പോകാനാണ് താല്പര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർ എടുത്ത് കറങ്ങാലോ. ഇപ്പം അവിടെ നൈറ്റ് ആയിട്ടോ, മൊത്തം വെള്ളം കയറിയേക്കുക റോഡിൽ. ഒരൊറ്റ മഴ കൊണ്ട് റോഡ് ഫുള്ളും വെള്ളമായി. നമ്മുടെ ടയറൊക്കെ മുങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇപ്പം നിതീഷ് ചേട്ടനാണ് കേട്ടോ ഓടിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണ്. എൻ്റെ കാല് നല്ല വേദന ഉണ്ടായിരുന്നു, കാലിൻ്റെ മുട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം നിതീഷ് ചേട്ടനാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനിന് വരുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കെആർപുരത്താണ് ഇറങ്ങാറ്. രാമൂർത്തി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നിതീഷ് ചേട്ടൻ്റെ ഓഫീസൊക്കെ വേറെ സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മൾ താമസിക്കുന്നതും വേറെ സ്ഥലത്താണ്. അപ്പം നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഉള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഇപ്പോൾ ഇവരുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എല്ലാവരും അവിടെ സെറ്റിലായി. ഞങ്ങൾ മാത്രമാണ് നാട്ടിൽ സെറ്റിലായിട്ടുള്ള ആൾക്കാർ. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഏരിയയിൽ ഒരാൾ മാത്രമാണ് അവിടെ വീട് വെച്ചിട്ടുള്ളത്. വീടല്ല, ഫ്ലാറ്റ്. ബാക്കി എല്ലാവരും വേറെ വേറെ സ്ഥലത്ത്. അവരിപ്പം കയ്യിലുള്ള പൈസയും അവരുടെ ഓഫീസിൻ്റെ അടുത്തുമൊക്കെ നോക്കിയിട്ട് പലരും പല സ്ഥലത്തേക്ക് മാറി. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഉള്ള ആളുടെ ഫ്ലാറ്റിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. അപ്പം ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം, ചേഞ്ച് ഒന്നും അപ്പം ഈ ഒരു 7 വർഷത്തിന് ശേഷം ബാംഗ്ലൂരിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ. വലിയ വ്യത്യാസങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ പ്രശാന്ത് ലാൽ എന്നാണ് നിതീഷേൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അവൻ്റെ വീട്ടിലെത്തിട്ടോ. അവൻ്റെ വൈഫുണ്ട്, ഒരു മോളുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാന്ന് തോന്നുന്നു മോള് പഠിക്കണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി ഏത് സ്റ്റാൻഡേർഡിലാന്നുള്ളത്. നല്ലൊരു മോള് കേട്ടാ. അപ്പം നമുക്ക് സ്വന്തം ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ബ്രദർ, എന്നേക്കാൾ താഴെയും തോന്നുന്നുണ്ട് അവൻ. അപ്പം നമ്മളവിടെ താമസിച്ചിരുന്ന സമയത്തൊക്കെ നിതീഷേട്ടൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിതീഷേട്ടൻ്റെ കല്യാണമാണോ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ വരുമായിരുന്നു. എന്താ പറയുക, നമ്മളാണ് ഫാമിലി ആയിട്ട് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഓണായാലും വിഷു ആയാലും ഇവരൊക്കെ ഞങ്ങൾ ക്ഷണിക്കായിരുന്നു കേട്ടോ. അപ്പം വേറൊരു വൈബ്. നമുക്ക് നാട്ടിൽ നിന്ന് പോന്നാലും ബാംഗ്ലൂർ താമസിക്കണേ എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തം നാട്ടിലത്തെ പോലെ തന്നെയായിരുന്നു. ഫുള്ള് നമ്മുടെ ഫ്രണ്ട്സ് മലയാളികൾ തന്നെ. ഇതാണ് മോള് കേട്ടോ, നല്ലൊരു മോള്. നമ്മളൊക്കെ ആയിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യും. ആദ്യമായിട്ട് ഞങ്ങളെ കാണുന്ന അവള്, പക്ഷെ നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഏപ്രിൽ 29th നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 30th ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഏപ്രിൽ 30th വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫിയോണിക്സ് മാളും പിന്നെ ഒരു ഐമാക്സിലൊരു മൂവിയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐമാക്സിൽ ബുക്ക് ചെയ്ത മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10:45 ഞങ്ങൾ 8:45 ആകുമ്പോഴത്തേനും നമുക്കൊരു 10 minutes ട്രാവൽ ഉള്ളൂ. അപ്പം ഞങ്ങൾ 9:45 ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. പക്ഷെ നമുക്ക് ഒരു റോഡ് നമ്മൾ മിസ്സായി, ഞങ്ങൾ തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക്കുള്ള റോഡിലേക്ക് പിന്നെ കയറിയത്. അപ്പം നമുക്ക് ആ മൂവിയുടെ പകുതി ഹാഫ് ആൻ അവർ നമ്മൾക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മൾ അതിനെ കയറിയില്ല. നിതീഷേട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവി എന്ന് വെച്ചാൽ അത്രയും ക്രേസ് ഉള്ള ആളാണ്. ആൾക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ടിട്ട് കാണണം ആ മൂവിയുടെ, അല്ലെങ്കിൽ പിന്നെ അത് ആള് കാണേയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്തത്, അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല, റീഫണ്ട് കിട്ടൂല. പക്ഷെ നമ്മൾ വീണ്ടും ബുക്ക് ചെയ്തു. ഈവനിങ്ങിൽ ഒരു 4 o'clock 5 o'clock ബുക്ക് ചെയ്തിട്ട് പോവുക ചെയ്തത്. അപ്പം മൊത്തം പ്രഷർ നമ്മുടെ അടുത്തായിരുന്നു, എന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ പോകുമ്പോഴൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ. നമ്മൾ മൂവി കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പൊ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വീലർ ഓടിക്കാൻ ഈ ഗ്രൗണ്ടിലാണ്. അവിടെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ആ മരത്തിന്റെ ചോട്ടിലാണ് ഞാനും നിതീഷേട്ടനാണ് 2 വീലറും കൊണ്ട് ഇത്
ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സൈഡിൽ കുറേ ആൺപിള്ളേർ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും നിതിഷേട്ടൻ ഓഫീസിൽ പോകാനായിട്ട് മുന്നേ വന്നിട്ട് എനിക്ക് ടൂ വീലർ ഓടിക്കാനായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. ഞാനിങ്ങനെ വീണ് 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 നിൽക്കാന്നല്ലാതെ എനിക്ക് ആകെ കൂടി ഒരു കൺട്രോൾ ഇല്ലാതെ ഞാൻ പോയിരുന്നത്. ഭയങ്കര ഹറിബറി. അങ്ങനെ അപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു. ഇപ്പം അവിടെ പെട്രോൾ പമ്പാണ് കേട്ടോ. അപ്പോൾ അതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫിയോണിക്സ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഫിയോണിക്സ് മാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് മോളിലൊക്കെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു സ്ഥലത്ത് പോണ പോലെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മോളൊക്കെ കാണുന്നത് തന്നെ ഒരു ഒരു 15 വർഷത്തിന് മുന്നേ. അപ്പോൾ വലിയ കാര്യമാണ് ഇവിടെ വരുമ്പോഴൊക്കെ. അയ്യോ എന്തോ ഒരു വലിയ സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഭാവമായിരുന്നു എനിക്ക്. അതുപോലെ മക്കള് ചെറിയ കുട്ടികളായിരിക്കുമ്പം അവരെവിടെ പ്ലേ ഏരിയയിലൊക്കെ കൊണ്ട് കളിപ്പിക്കാറുണ്ട് ഞങ്ങള്. അപ്പം മോളെ കളിപ്പിച്ചുള്ള കാര്യം മോൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോന് അത് ഓർമ്മയില്ല. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ്, ആ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഫിയോണിക്സ് മാളിൽ വന്നേട്ടോ. അപ്പം നമ്മള് ലഞ്ച് ഇവിടെ നമ്മള് ബാർബിക്യൂ നേഷനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം നമ്മള് എന്താ പറയാ, ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ഇവിടെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 27 കിച്ചുവിൻ്റെ, ഏപ്രിൽ 29 എൻ്റെ. അപ്പം അന്ന് നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് മൊത്തമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്നുണ്ടായിരുന്നു കേട്ടോ. അതാണിപ്പം. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ മോളുടെയും ബർത്ത്ഡേ ആണ്. ഈ ബാർബിക്യൂഷൻ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം കാണുന്നത് തന്നെ ബാംഗ്ലൂരുള്ള സമയത്ത് നിതീഷേൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ കംപ്ലീറ്റ് അബ്സലൂട്ട് ബാർബിക്യൂനേഷനിലാണ് ആള് കൊണ്ടുപോകാറ്. അപ്പോഴാണ് ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ നിതീഷേട്ടനാണ് ഇത്രയും വെറൈറ്റി ഫുഡുകൾ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാൻ പറയണതും അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോകണതൊക്കെ ആളുടെ കൂടെ വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പം ആളുടെ ബർത്ത്ഡേ ആവാൻ ഞങ്ങൾ കാത്തിരിക്കും ഈ ഒരു ബാർബിക്യൂ നേഷനിൽ. കാരണം നമുക്കും അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ വെറൈറ്റികൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അപ്പം എൻ്റെയും കിച്ചുവിൻ്റെയും ബർത്ത്ഡേ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം അവരിങ്ങനെ ക്ലാപ്പൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടും. നല്ല രസമാണ് ആ ഒരു സംഭവം. ഇപ്പം നമ്മൾ ഫിയോണിക്സ് മാളിൻ്റെ ഉള്ളിൽ തന്നെ പിൻട്രസ്റ്റിൽ കാണുന്ന ടൈപ്പ് സാധനങ്ങളുള്ള ഒരു ഐറ്റംസ് ഉള്ള ആ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ്. അപ്പം അത് ഒരു വർഷം കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള ഒരു ബോക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ലേ കുട്ടികൾക്കും ഒരു സന്തോഷം. അവർക്ക് ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടുമ്പം അവർക്ക് അതൊരു സന്തോഷമാണ്. കിച്ചു ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടോയ്സും നോക്കും, അതിൻ്റെ റേറ്റ് നോക്കും, അതുപോലെ തന്നെ അത് അവിടെ വയ്ക്കും. അജു ആ കഴുത്തിലിട്ട സാധനം അജു വാങ്ങിച്ചു കിട്ടോ. കാരണം എന്താ വെച്ചാൽ അവന് കാറിലിരിക്കുമ്പോൾ കഴുത്ത് ഭയങ്കര വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടോയ് അടിപൊളിയാണ്. ഇപ്പം എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സുകൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. കിച്ചു പർപ്പിളാണ്, ഇതിലൊരു ബ്ലൂ ആയിട്ടാണ് കാണിക്കുന്നത്. അർജുന ബ്രൗൺ കളർ എടുത്തു. അപ്പം രണ്ടും സെയിം കളർ തന്നെ അർജുന എടുത്തു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ലഞ്ച് ബോക്സുകൾ. പക്ഷെ അധികം റേറ്റും ഒന്നുമില്ല. ഒരു 350, 499 അല്ലെങ്കിൽ 250 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല യുണീക്ക് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ബോക്സുകൾ. നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ആ കളേഴ്സിനാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ക്വാളിറ്റിയും ഉണ്ട്. നല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ മോൾ ഭാഗം പ്ലാസ്റ്റിക് ആണ്, പക്ഷെ അത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്. അങ്ങനെ അത്യാവശ്യം സൈസും ഉണ്ട് ലഞ്ച് ബോക്സിന്. പല വെറൈറ്റികളുണ്ട്, പക്ഷെ ഇവർക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ വാട്ടർ ബോട്ടിൽ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പം ഞാനൊരു ക്ലിപ്പ് എടുത്തു. എനിക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ക്ലിപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. എവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് ക്ലിപ്പുകളാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്പ് കിട്ടി കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ പെൻസിലിൻ്റെ പൗച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കിച്ചുവിന്.
പല വെറൈറ്റികളും ഉണ്ടായിട്ടും അവള് വിചാരിച്ചൊരു സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനേക്കാൾ എത്രയോ ഭംഗിയുള്ളതുണ്ട് ഇവിടെ. പക്ഷെ അവള് വിചാരിച്ച സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ ബോക്സ് പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെന്നടക്കം ആ കളറിലുള്ള പെന്നുകളെ അതിൻ്റെ ഉള്ളിൽ ഇടുള്ളൂ. പിന്നെ കീ ചെയിൻ പോലത്തെ സാധനങ്ങൾ ഹാങ് ചെയ്തിടും അതുമില്ല. അതിനൊരു ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് കൊണ്ട് നടക്കുക അവള്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അല്ലാതെ അങ്ങനെ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യില്ല. നമ്മൾ ഏതായാലും ഇതൊക്കെ വാങ്ങിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിപ്പം നമ്മൾ അതും ഇതും വാങ്ങിച്ച് തീർക്കണേക്കാളും നല്ലത് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ 1 ഇയർ യൂസ് ചെയ്യുമ്പം, അതുകൂടാതെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴും ഒരു നല്ല ഭംഗിയുള്ള ഒരു സാധനം എല്ലാ ദിവസവും കൊണ്ടുവരണം എന്നുള്ള ഫീലിംഗ് കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തേട്ടോ. പിന്നെ നമ്മുടെ കൈ എവിടേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നിതീഷേട്ടൻ കൺട്രോൾ ചെയ്ത് നമ്മളെ പിടിച്ച് വലിച്ച് പുറത്തേക്കിട്ടുണ്ടായിരുന്നു. മതി മതി ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾറെഡി നമുക്കൊരു മൂവി കാണാൻ പറ്റാത്തതിൽ 1500 നമുക്ക് നഷ്ടമായിട്ടായിരിക്കുന്നത്. കറക്റ്റ് ടൈമിന് എത്താൻ പറ്റാത്തതിൽ ആ ഒരു ടെൻഷനും ദേഷ്യമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ കണ്ടോ, ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു പോന്നോന്നും കൂടെ പറഞ്ഞു. അപ്പം നമ്മൾ ഫിയോണിക്സ് മാളിന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാണ്. നമ്മൾ ആ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് കിച്ചുവിനൊക്കെ ഇങ്ങനെ വലിച്ചാ കിട്ടൂല, അങ്ങനെ പോവായിരുന്നു അവള് ചെറുപ്പത്തില്. കിച്ചുവാണ് കൂടുതലും ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അർജുന അങ്ങനെയാണ്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അങ്ങനെ കുറെ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേന് നമ്മൾ നാട്ടിലോട്ട് പോകുന്നല്ലോ. അങ്ങനെ മാക്സിമം നമ്മൾ മാളുകളിൽ തന്നെയാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലും. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കളിക്കുന്ന ഒരു ഏരിയ സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോയി കളിക്കാനും വിടാറില്ലായിരുന്നു. ഇത് ഫിയോണിക്സ് മാളിലെ മുകളിലൊക്കെ പണികൾ നടക്കുന്നുണ്ട്. ഇത് അതിന്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോണിക് ആ ഒരു തീം തന്നെയാന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ ഐ ലവ് ഫിയോണിക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ എന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിൽ പണികൾ നടക്കുന്നുണ്ട്. ഈ ഫിയോണിക്സ് മാളും VR മാളും തൊട്ടടുത്താണ്. അപ്പം നമ്മൾ ഫിയോണിക്സ് മാളിൽ കാറ് പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള VR മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൈക്കിൾ ജാക്സന്റെ മൂവി ഐമാക്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മൂവിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് പ്രശാന്ത് ലാലിന്റെ വീട്ടിലായിരുന്നു. അപ്പം ആ പ്രശാന്ത് ലാലാണ് കൂടെയുള്ളത്. അപ്പം അവന്റെ വീടെന്ന് പറയുന്നത് നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്താണ് അവൻ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. വിബ്ജിയോർ സ്കൂളിലാന്ന് തോന്നുന്നുണ്ട് അവന്റെ മോള് പഠിക്കുന്നത്. അപ്പം ആ സ്കൂളിനോട് ചേർന്നിട്ടാണ് അവര് ഇതെടുത്തിട്ടുള്ളത്, ഫ്ലാറ്റ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇപ്പം നിതീഷേട്ടൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ കാണുന്ന സ്ട്രീറ്റ് റോഡ് അറ്റത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത്. ഫ്ലാറ്റ് അല്ല, ഒരു ആ 2-3 വീടുകൾ, അതായത് താഴെ ഞങ്ങൾ, അതിന്റെ മുകളിൽ ഓണർ, അതിന്റെ മുകളിൽ ബാച്ചിലേഴ്സ്, അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു ചെറിയ ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ ഒരു കടയാണ്. അപ്പൊ ആ ചേട്ടനോട് ഞങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത്രയും കാലത്തിന് ശേഷം കാണുന്നതല്ലേ, അപ്പം ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഷോപ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ കുറെ സ്റ്റൂളുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ദോശയൊക്കെ വാങ്ങിക്കാറ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കെയർപുരത്ത് ഇറങ്ങിയിട്ട് ട്രെയിനിന് വരുമ്പോൾ കെയർപുരത്ത് ഇറങ്ങി ഒരു 9 മണിയൊക്കെ കഴിയും വീട്ടിലേക്ക് എത്തുമ്പോൾ, ട്രെയിനൊക്കെ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ദോശ വാങ്ങിച്ച് പാഴ്സൽ വാങ്ങിച്ച് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാറ്. അപ്പം കടക്ക് ഒരു വ്യത്യാസമില്ല, അതുപോലെ തന്നെ. പിന്നെ നമ്മള് എന്താ പറയാ, ആ ചേട്ടനൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ടെന്നുള്ളൂ. വേറെ അവരൊക്കെ തന്നെയാണ് അവിടെ ഉള്ള ആൾക്കാർ കേട്ടോ. അവിടെ ഹസ്ബൻഡും വൈഫും കൂടിയിട്ടാണ് ആ ദോശക്കടയിൽ ഉണ്ടാവാറ്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് ആള് തിരിച്ചു വന്നിട്ട് അപ്പൊ അവിടെ പറഞ്ഞ കഥകൾ പറയായിരുന്നു. അപ്പം ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് രാഘവേന്ദ്ര സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് എന്താ പറയാ, ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത്. അതായത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പം നമ്മൾ അവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. ഇത് പിന്നെ
2-3 വീടുകൾക്ക് ശേഷം 4ാമത്തെ വീടാണിത്. ലാസ്റ്റ് നമ്മൾ താമസിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ നാട്ടിലോട്ട് പോയത് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങള് കിച്ചുവിനെ കൈറ്റ്, വള, മാല, ഈ ഇവിടെയൊക്കെ കൈറ്റ് പറപ്പിക്കൽ ഭയങ്കര ഇതാണ്. അതുപോലെ ഹോളിയുടെ സാധനങ്ങള് അതൊക്കെ വാങ്ങിച്ചിരുന്നു. ആ ഷോപ്പൊക്കെ സെയിം. ആ ആൾക്കാരും അവിടുത്തെ ആൾക്കാരും സെയിം. ഈ ഷട്ടർ ഇട്ട് കിടക്കുന്ന ഭാസ്കരേട്ടന്റെ കടയാണ്. അതൊരു മലയാളി ചേട്ടൻ ബേക്കറി ഷോപ്പാണ്. അത് അടഞ്ഞു കിടക്കാണ് കേട്ടോ. ഞാൻ മക്കളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് തിരിച്ചു വരുമ്പം ആ ചേട്ടന്റെ കടയിൽ കയറിയിട്ട് ക്രീം ബണ്ണൊക്കെ കഴിക്കായിരുന്നു. അത് ഭയങ്കര എനിക്ക് എന്താ പറയാ എന്താ പറയാ, എല്ലാ ദിവസവും ഞാൻ അത് 10 രൂപയായിരുന്നു അതിന്. അപ്പൊ ഞാൻ അത് എല്ലാ ദിവസവും വാങ്ങിച്ച് കഴിക്കായിരുന്നു. നടന്നു വന്ന ക്ഷീണത്തില് രണ്ടുപേരും, എനിക്ക് അന്ന് ഡ്രൈവിംഗ് അറിയില്ലല്ലോ, അപ്പൊ ഞാൻ നടന്നു കൊണ്ടുപോക്കുമ്പം ഒരു ക്ഷീണത്തില് ഞാൻ അതാണ് കഴിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ഓർമ്മ വരണം. അപ്പം ഇപ്പൊ നേരെ കാണുന്ന ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് മക്കൾക്ക് ബുക്കുകള്, പെൻസില്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കട കേട്ടോ. അപ്പം നമ്മളതുപോലെ ബർത്ത്ഡേയുടെ സമയത്ത് റീഗിഫ്റ്റ് ചെയ്യാനൊക്കെ ടോയ്സ് അല്ല, ക്രയോൺസിന്റെ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഈ ഷോപ്പിൽ നിന്നാണ്. അപ്പൊ ആ പയ്യനൊക്കെ സെയിം അതന്നെ ആള്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ കണ്ടോ ഫയലുകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ടോയ്സുകളൊക്കെ എടുക്കുമ്പോ അർജുൻ ഇങ്ങനെ വാശി പിടിക്കുക എൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്പം ഇത് മെയ് 1 മോർണിംഗ് ആണിത്. ഇന്നാണ് നമുക്ക് ആളുടെ ഓഫീസിൽ പോകേണ്ടത്. ഞാനിവിടെ പച്ചക്കറി വാങ്ങിക്കണ കാണുന്നത് നിതീഷയുടെ മടി നിന്റെ പച്ചക്കറി ഷോപ്പ്. ഇവിടുന്ന് പച്ചക്കറി, മാംഗോ, അങ്ങനത്തെ സാധനം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഓ, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിങ്ങനെ ആ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരണു. ഞങ്ങളത് വാങ്ങിച്ച് കുട്ടികളൊക്കെ സ്കൂളിലാക്കി ഞങ്ങൾ വീട്ടിൽ പോണതും. ഇത് ചെടിയുടെ കട. ഇവിടെ നമുക്ക് അധികം ചെടികൾ വെക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇത് വെള്ളം ഒഴിക്കാതെ കരിഞ്ഞു പോണ കാരണം ഒരു പേരിന് 1-2 ചെടിയൊക്കെ ഞാൻ വെക്കായിരുന്നു, പുറത്തൊക്കെ വെക്കായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കാറ്. അങ്ങനെ ഇപ്പൊ നേരെ പോകുന്നത് മോളുടെ സ്കൂള് കാണാനാണ്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എനിക്ക് നടക്കലൊരു ശീലമാണ്. നിതീഷേട്ടന് പിന്നെ 1:30ക്കാണ് ഓഫീസുള്ളത്. അപ്പം കാലത്ത് രണ്ടുപേരെ കൊണ്ടുപോകാൻ സഹായിക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ പോയി നടന്നിട്ട് കൊണ്ടുവരണം രണ്ടുപേരെ. അപ്പൊ ഇതൊന്നും എനിക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമ്മൾ നടന്നിരുന്നതും പോയിരുന്നതും ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. മാക്സിമം ഇത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഞങ്ങൾ കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞങ്ങള് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്നെ ഫസ്റ്റ് ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നപ്പം ഞങ്ങള് ഞാനും നിതീഷേട്ടനും ഒക്കെ താമസിച്ചിരുന്ന ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ആ മരത്തിന്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഇല്ലേ, അതില് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ കാണുന്ന റൂമാണ് കിച്ചു ഉണ്ടായ റൂമാണ് അത്. അപ്പം അവിടെയാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത്. ഒരു സിംഗിൾ ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, അത് മാത്രമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മോള് ഒരു സ്കൂളുണ്ട്, പഠിച്ചിരുന്ന സ്കൂള്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ പറയും, ദേ ഇത് ജിമ്മാണ് കേട്ടോ, ഞങ്ങളിവിടെ പോയിട്ടുണ്ട്, കുറച്ച് നാള് പോയിട്ടുള്ളൂ. അപ്പം കണ്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അവിടെ സ്കൂളുണ്ട്, ശ്രീ ചൈതന്യ ടെക്നോ സ്കൂളിലാണ് മോള് പഠിച്ചിരുന്നത്. അപ്പൊ പറയും, നിനക്ക് ക്രോസ് ചെയ്യേ വേണ്ട, ഒരു 10th വരെ നിനക്ക് സുഖമായിട്ട് മക്കളെ സ്കൂളിലൊക്കെ ആക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പം ആ ഓറഞ്ച് പെയിന്റ് അടിച്ചതാണ് അവര് സ്കൂള്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടാണ്. UKG LKG വേറെ ബിൽഡിംഗ് ആണ്. അപ്പം അപ്പൊ ഇത് സുഖമായിട്ട് അപ്പോഴൊക്കെ നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആയിട്ട് കിടക്കുകയാണ് അത്. നമ്മളിപ്പോഴൊന്നും പോവില്ല. മക്കള് 10th ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വേറെ ഒരു ഇത്തിരി ഏജ്ഡ് ആയിട്ടൊക്കെ നാട്ടിൽ സെറ്റിൽ ആവുന്നുള്ളൂ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എല്ലാ സ്വപ്നങ്ങളിലും തകിടം മറിഞ്ഞു എന്ന് പറയാം. എനിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. എനിക്ക് ഈ ഗ്രൗണ്ടിൽ നിന്നൊക്കെ അറിഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. TC വാങ്ങിക്കുമ്പോൾ ഞാൻ 100 വട്ടം പറയുന്നുണ്ടായിരുന്നു, വാങ്ങിക്കണ്ട, അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ ഫ്യൂച്ചറെങ്കിലും നോക്ക്, വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ട. പക്ഷെ ആള് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിക്കുക ചെയ്തത് കേട്ടോ.
അപ്പം കുറേ നല്ലതും കുറേ പൊട്ടിയും സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ ആളുടേതായിട്ടുള്ള ഒരു കരിയറിലുള്ള ഒരു ഇതൊക്കെ പോയത് ഈ ഒരു ഇവിടുന്ന് പോയതിന് ശേഷമാണ്. ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിരുന്നേനെ. അപ്പോൾ ഇവിടെ സ്കൂളിൽ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയോട്, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിക്കോട്ടെ, നമ്മളിവിടെ ഓൾഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു, നാട്ടിലേക്ക് പോയതാണെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ സെയിം ആൾക്കാർ തന്നെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലാണ് കിടക്കുന്നുള്ളതുകൊണ്ട് ഈ ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ ഞാനും കിച്ചും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പം എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. മക്കളുടെ സ്റ്റഡീസൊക്കെ ഇത്രയും നല്ല ഫെസിലിറ്റീസ് കിട്ടിയിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് കൂടുതൽ. ഇത് കോഷീസ് ഹോസ്പിറ്റലാണ്, മലയാളി ഹോസ്പിറ്റൽ തന്നെയാണ്. ഞങ്ങൾ താമസിക്കാൻ നടക്കാനുള്ള ദൂരമുള്ളൂ. മോനെ നെബിലൈസേഷൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ കാണിച്ചിരുന്നത് ഇവിടെയാണ്. നിതീഷേട്ടന് ഇടയ്ക്ക് ആക്സിഡൻ്റ് ഒക്കെ പറ്റിയ സമയത്തൊക്കെ നമ്മൾ ഇവിടെയാണ് കിടന്നിരുന്നത്. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലും കൂടെ കാണാൻ പോവാനായിട്ട് പോയതാണ് കേട്ടോ, ജസ്റ്റ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് കോഷീസിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കുകയായിരുന്നു. ഇവിടെ കാഷ്വാലിറ്റിയിലാണ് മോനെ കൊണ്ടുവരാറുള്ളത്. ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി ഇനി നേരെ അർജുൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത്. അതൊരു പ്രീ സ്കൂളാണ്. ഡേ കെയർ, നഴ്സറി, LKG, UKG. അപ്പം അത്രയേ ഉള്ളൂ അവിടെ. അപ്പം അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡുകളൊക്കെ ഇതിൽ കൂടെ ഒക്കെ നടന്നിട്ടാണ് ഞാൻ പോവാറുള്ളത്. അന്ന് ഡ്രൈവിംഗ് ഒന്നും അറിയൂല. അപ്പം ഞാൻ അന്ന് വിചാരിക്കാറുണ്ട്, അറിഞ്ഞിരുന്നെങ്കിൽ എത്ര സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പൊ നമുക്ക് കാറൊക്കെ വെറുതെ കിടക്കായിരുന്നു അവിടെ പാർക്ക് ചെയ്തിട്ട്. എപ്പോഴെങ്കിലും 1 month എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെയാണ് കാറ് സ്റ്റാർട്ട് ചെയ്യാം. തീരെ യൂസ് ചെയ്യാറില്ല കാറ്. അപ്പം ഇപ്പോഴാണ് ഡെയിലി കാറൊക്കെ ഞാൻ എടുത്ത് പുറത്ത് പോകാറുള്ളത്. അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിതീഷേട്ടൻ്റെ ഒഴിവുള്ളതും നിതീഷേട്ടൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ അന്നൊക്കെ പുറത്ത് പോയിരുന്നത്. അപ്പം 1 month എപ്പോഴെങ്കിലും കാറ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഈ റോട്ടിൽ കൂടെയാണ് ഞാൻ മോനെ എടുത്ത് നടക്കാറ് കേട്ടോ. അവൻ തീരെ നടന്നു പോകാൻ കൂട്ടാക്കില്ല. അവൻ ചെറിയ കുട്ടിയായിരുന്നല്ലോ. അപ്പം അവന് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള കാരണം കുറച്ച് നടക്കുമ്പോഴും അവനും വയ്യ എനിക്കും വയ്യ. അങ്ങനെ പതുക്കെ നടക്കും, ഞങ്ങൾ താഴെ വയ്ക്കും, പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കണുണ്ട്. അപ്പൊ ആ അറ്റത്ത് കാണുന്നതാണ് അർജുന്റെ സ്കൂള്. സ്കൂൾ എന്ന് പറയാനൊന്നുമില്ല, 2 നിലയുള്ള ഒരു വീട് പോലത്തെ ഒരു ഇതാണ്. അതൊരു പ്രീ സ്കൂളാണ്. അർജുന് കുറച്ചും കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ ചേർത്തിരുന്നത് കേട്ടോ. ഇനി ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന, ആദ്യം മീൻസ് ഇപ്പൊ ആദ്യം മുന്നേ താമസിച്ചിരുന്നത് ഞങ്ങൾ 2 വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താമസിച്ചിരുന്ന വീടാണ് ഇപ്പൊ കാണിക്കുന്നത്. അതും ആ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു മലയാളി നേഴ്സിന്റെ ഒരു വീടായിരുന്നു. അവരുടെ ഫ്രണ്ടിൽ അവരുടെ വീട് 2 നിലയായിട്ട്, ബാക്കിൽ അവരൊരു 3 ഫ്ലോറുള്ള ഒരു വീടുണ്ടാക്കിയിട്ട് അതിൽ 3 നിലയിലും നമ്മൾ റെന്റ് ഹൗസ് ഒരു ഫാമിലീസ് താമസിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ വെച്ചാണ് അർജുന് ഞാൻ പ്രഗ്നൻ്റ് ആവണതും ഞാൻ അരീന ആനിമേഷനിൽ ചേരുന്നതും ക്ലാസ്സിന് പോയിരുന്നതും ഒക്കെ അവിടെ വെച്ചാണ്. കിച്ചുനെ സ്കൂളിലാക്കും, പ്ലേ സ്കൂളിലാക്കും. എന്നിട്ട് ഞാൻ ക്ലാസ്സിനൊക്കെ പോയിരുന്നത് അവിടെയാണ്. പ്രഗ്നൻ്റ് ആയ നേരത്തൊക്കെയാണ് ഞാൻ ആനിമേഷൻ കോഴ്സൊക്കെ പഠിക്കാൻ പോയിരുന്നത്. അങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കാണുന്ന ഗ്രീൻ ഹൗസ് ആണ്, ഫസ്റ്റ് ഫ്ലോർ ആണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പുതിയ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതും ഒരു ഓർമ്മയാണ്. അപ്പൊ ഇനി അടുത്തത് ഞങ്ങൾ ഇനി പോവാൻ
അപ്പം ഞങ്ങൾ മാന്യതയിലേക്കാണ് പോകുന്നത്. നിതീഷേട്ടൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് ഞങ്ങൾ പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ എത്തിയാൽ എന്തായാലും നിതീഷേട്ടൻ്റെ ഓഫീസ് കാണണം എന്നുള്ളതായിരുന്നു. വേറെ എന്ത് നടന്നാലും നമുക്ക് അത് നടന്നില്ലെങ്കിലും വിഷയമല്ല, പക്ഷെ ഓഫീസിൽ എന്തായാലും കയറണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. അപ്പം നിതീഷേട്ടൻ വല്ലപ്പോഴൊക്കെയാണ് ഓഫീസിൽ പോവാറ്, എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഓഫീസിൽ പോവാറ്. അതുകൊണ്ട് ആൾക്ക് അങ്ങനെ അതിൻ്റെ വഴികളും അടക്കം ആൾ മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ കുറേ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുമുണ്ട്. ആ ഏരിയയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റോഡൊക്കെ വേറെ വേറെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കാനുള്ള പെർമിഷനൊന്നുമില്ല. ജസ്റ്റ് ആ കോമ്പൗണ്ടിൽ നിന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാതെ ഉള്ളിൽ കയറുകയാണ് ചെയ്തത്, ഫുള്ള് കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.